Roses, welcome back to Rose Malayalam. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പ്രൈമർ ആണ്. ഞാൻ ഈ പ്രൈമർ സെന്റേഴ്സ് ഓഫ് ദ ഫേസിലും ഫേസ് ഫുൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു പ്രൈമർ ആണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കും കൊള്ളാം, പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആകുക. ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ലൂസ് പൗഡർ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് മെബ്ലിൻ്റെ ലൂസ് പൗഡർ ആണ്. ഫേസ് ഫുൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഐ മേക്കപ്പിലേക്ക് പോകാം. പിന്നെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ മെബ്ലിൻ ഫിറ്റ് മീയുടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ലിറ്റിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കോമ്പാക്റ്റോ ലൂസ് പൗഡറോ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ മെബിലിൻ ഫിറ്റ്മിയുടെ പൗഡർ ഫൗണ്ടേഷൻ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആണ്. അപ്പോൾ ഈ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഈ ഷെയ്ഡ് ഇനി ഈ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ ക്രീസിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് താഴെയായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഗ്രേ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എഗൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐലിഡിൽ ഈ റെഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു ഷിമ്മറി റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ. ആ ഗ്രേ ഷെയ്ഡും ഇപ്പോൾ അപ്ലൈ ചെയ്ത ഷിമ്മറി റെഡ് ഷെയ്ഡും കൂടി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഹാർഷ് ലൈൻസ് ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് എടുക്കുന്നുണ്ട്. സെയിം മേക്കപ്പ് തന്നെ ഇപ്പുറത്തായാലും കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ബേസ് മേക്കപ്പിലേക്ക് പോകാം. ഫൗണ്ടേഷനായിട്ട് എടുത്തിരിക്കുന്നത് മെബ്ലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ലോറിയൽ പാരീസിൻ്റെ ഇൻഫാലിബിൾ റേഞ്ചിലുള്ള 24 hour മാറ്റ് ഫൗണ്ടേഷനുമാണ്. നമുക്കിനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെബ്ലിൻ ഫിറ്റ്മിയുടെ കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കൺസീലർ വെച്ചിട്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. ഇത് എനിക്കൊരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് അല്ല, എങ്കിലും ജസ്റ്റ് ഒരു കവറേജിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഔട്ടർ കോർണറിൻ്റെ ഇവിടെ. ഞാനത് മെബ്ലിൻ ഫിറ്റ്മിയുടെ സെറ്റിംഗ്സ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ള്. കോണ്ടൂർ ഞാൻ എടുത്തിരിക്കുന്നത് എൻവേബയുടെ കോണ്ടൂർ സ്റ്റിക്കാണ്. ഇൻ ദ ഷെയ്ഡ് 14.
ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ എടുത്തിരിക്കുന്നത് സിവാന കളേഴ്സിന്റെ ഐബ്രോ കിറ്റ് ആണ്. ബാക്കി ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാജലിന് എടുത്തിരിക്കുന്നത് കളർ സെൻസിന്റെ കാജലാണ്. അത് വെച്ചിട്ട് ടൈറ്റ് ലൈനും വാട്ടർ ലൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മുകളിൽ അപ്ലൈ ചെയ്തില്ലേ ആ റെഡ് ഐ ഷാഡോയും ബ്ലാക്ക് അല്ല ഗ്രേ ഐ ഷാഡോയും വെച്ച് താഴെ ലോവർ ലാഷ് ലൈനിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലേ നമ്മുടെ ഐ മേക്കപ്പിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. ഐലൈനർ അപ്ലൈ ചെയ്യുവാണ്. അതിനെടുത്തിരിക്കുന്നത് ലാക്മിയുടെ ഇൻസ്റ്റ ഐലൈനർ ആണ്. ഇനി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെബിലിന്റെ ഹൈപ്പർക്കൽ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സിവാന കളേഴ്സിന്റെ അൾട്രാ ബ്ലഷ് പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ബ്രോൺസറും അതുപോലെ തന്നെ ബ്ലഷും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പീച്ച് കളർ ബ്ലഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ചീക്സിലും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നോസിന്റെ ടിപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മെബിലിന്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ നോസിന്റെ ബ്രിഡ്ജിലും അതുപോലെ തന്നെ നമ്മുടെ ചീക്സിലും ഫോർ ഹെഡിലും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓവർ ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. ഇനി ഇന്നർ കോർണേഴ്സും നമ്മുടെ ബ്രോ ബോണും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആണ്. റെഡ് ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യുന്നത്. NYBയുടെ